വെൽക്കം ടു വേൾഡ് വ്ളോഗ്സ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നല്ല സൂപ്പറായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ ലഡൂടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റായിട്ടും നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാൻ നല്ല പഴുത്ത കപ്പങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. വെള്ളമൊന്നും കൂട്ടണ്ട, നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി ഒന്ന് ഇളക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു അര കപ്പ് റവ ഒന്ന് വറുത്തെടുക്കണം. സാധാരണ റവയാണ്, അപ്പോൾ നമ്മളതൊന്ന് വറുത്തിട്ട് നമുക്കതൊന്ന് മാറ്റണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കളർ മാറി വന്നപ്പോൾ നമുക്ക് റവ മാറ്റാം. ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ ഞാൻ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കപ്പങ്ങയുടെ ആ മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി നല്ല തിക്ക് ബാറ്ററാക്കി എടുക്കണം. അപ്പോൾ ഇത് കുറഞ്ഞ തീ തന്നെ ഇട്ട് വേഗം ചെയ്തെടുക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഒന്ന് വിട്ടൊക്കെ വന്നിട്ടുണ്ട് പാത്രത്തിൽ നിന്ന്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു കപ്പാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ ഇതൊന്ന് കൂടുതൽ തീയിലിട്ടിട്ട് പെട്ടെന്ന് ഒന്ന് ആ പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് കുറച്ചിടാം. ഇനി അതിലേക്ക് ഒരു പിഞ്ച് ഏലക്ക പൊടിച്ചത് ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതുപോലെ നല്ല കട്ടിയിൽ നമ്മുടെ പപ്പായയുടെ കൂട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള റവ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ റവ ചേർക്കുമ്പോൾ ലഡുവിന് നല്ലൊരു ഗ്ലേസിങ്ങും അതുപോലെ നല്ല പ്രത്യേക തരത്തിലൊരു ടേസ്റ്റും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ റവ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിക്കായി വന്ന വരെ ഇളക്കണം. നമുക്കിതായിപ്പോൾ ഇത്രയും തിക്നെസ്സിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരല്പം നെയ്യോടി വിതറിയിട്ട് നമുക്കിതാ ഇതുപോലെ ആവണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു അരമണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോൾ നന്നായിട്ട് ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു ബോൾ ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഞാൻ കയ്യിലൊരല്പം നെയ്യ് പുരട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ മേലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പോ അതല്ലെങ്കിൽ ഉണക്കമുന്തിരി അങ്ങനെ ഇഷ്ടമുള്ളത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ ലഡൂടെ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണ്. അതുപോലെ കുട്ടികൾക്കാണെങ്കിലും ഇതിൽ നമ്മൾ ഒരു തരത്തിലുള്ള ഫുഡ് കളറോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യാതെയാണ് നമുക്ക് നാച്ചുറലായിട്ട് അത്ര കളർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ വേൾഡ് വ്ളോഗ് 786 എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.